സീസണിൽ കപ്പടിക്കാൻ സാധ്യതയുള്ള ടീം എന്ന് ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ വളരെ ആദ്യം തന്നെ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു മറുപടി RCB എന്നാണ്. കാരണം RCBനെ സംബന്ധിച്ച് ഇപ്പോൾ AB de Villiers ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ ഹാട്രിക് കിരീടം വരെ നേടാനുള്ള ഒരു സാഹചര്യത്തിലാണ് നിലവിൽ RCB ഉള്ളത് എന്നുള്ളതാണ്. കാരണം ഇത്രയും വർഷങ്ങൾ ഇത്രയും സീസൺ കാത്തിരുന്നതിന് ശേഷമാണ് ഒരു കപ്പ് അവർ നേടുന്നത്. അത് ഇത്രയും കാലത്തെ ഒരു സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മികച്ച ടീമില്ലാത്തതോ ഒന്നും ആയിരുന്നില്ല RCBയുടെ പ്രശ്നം. എന്തുകൊണ്ടോ ആ ഒരു കപ്പിലേക്ക് എത്താൻ കഴിഞ്ഞില്ല എന്ന് തന്നെ പറയേണ്ടി വരും. അത് തൊട്ടു പിന്നാലെ രജത് പട്ടിദാർ എന്ന് പറയുന്ന ഒരു ക്യാപ്റ്റൻ, അതുപോലെ തന്നെ മികച്ചൊരു ടീം വിരാട് കോഹ്ലി, ഫിൽ സാൾട്ട്, ഹേസൽവുഡ്, ഇങ്ങനെ ഒരു ശക്തമായൊരു ടീം കൂടി വന്നതോട് കൂടിയിട്ട് ഒരു കപ്പ് നേടുക എന്നുള്ളത് ആ ഒരു സ്വപ്നം അവർക്ക് നിറവേറ്റാൻ കഴിഞ്ഞു. അതോടൊപ്പം തന്നെയാണ് കപ്പ് നിലനിർത്തുക എന്നുള്ള വലിയൊരു പരീക്ഷണം തീർച്ചയായിട്ടും RCBക്ക് മുമ്പിലുണ്ട്. അവർ അതിനു വേണ്ടിയിട്ട് തന്നെ ഒരുങ്ങി തന്നെയാണ് വരുന്നത്. ഇത്തവണയും എതിരാളികൾ RCBയുടെ പെർഫോമൻസിനെ വളരെയധികം പേടിക്കേണ്ടതായിട്ട് വരുമെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. എന്താണ് RCBയുടെ? തീർച്ചയായും പറഞ്ഞ പോലെ തന്നെ ഒരു മികച്ച ടീമാണ്. ഇപ്പം പുതിയ ഉടമകൾ കീഴിലേക്ക് ഇപ്പം IPL തുടങ്ങാൻ 3 ദിവസം ബാക്കിയുള്ളപ്പോഴാണ് വരുന്നത്. അതും ക്രിക്കറ്റിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ ആര്യ മെമ്പറുള്ള ഒരു ഇപ്പോഴത്തെ ഈ ബംഗ്ലാദേശ് അയ്യറിന്റെയും പട്ടിദാറിനെ വെച്ച് കളിച്ചതാരാണ്, മധ്യപ്രദേശിന് വേണ്ടി കളിച്ചതാരാണ്, ക്യാപ്റ്റനും മുതലാളിയും ഒരുമിച്ച് കളിച്ചതാണെന്നൊക്കെ പറയുമ്പോൾ ആ ഒരു ലെവലിലേക്കാണ് ടീം വരുന്നത്. അപ്പം വലിയ സപ്പോർട്ട് മാനേജ്മെന്റ് ഭാഗത്തുനിന്ന് ഇനിയും ലഭിച്ചില്ല എന്നല്ല പറഞ്ഞത്, ഇനിയും ലഭിക്കാൻ വേണ്ടി പോകുന്ന ടീമായിട്ട് മാറും. കളി അറിയുന്നൊരു ഉടമകൾ ഉണ്ടാകുമ്പോൾ അതിൻ്റെ ഒരു മാറ്റം ഉണ്ടാവില്ല. അങ്ങനെ വലിയൊരു ഇത് മാനേജ്മെന്റ് ഭാഗത്തുനിന്ന് വരുന്നു, ചാമ്പ്യന്മാരായി ഇറങ്ങി വരുന്നു. നമുക്കറിയാം പട്ടിദാറിന്റെ കീഴിൽ വന്നിട്ട് ഫസ്റ്റത്തെ സീസണിൽ തന്നെ കപ്പടിക്കാൻ വേണ്ടി പറ്റുന്നു. ക്യാപ്റ്റനായിട്ട് വരുന്ന ഒരു മാറ്റം, അതിൽ ഈ പറഞ്ഞ പോലെ ഫിൽ സാൾട്ട്, കോഹ്ലി, ദേവദത്ത് പടിക്കൽ, ടിം ഡേവിഡ്, ജിതേഷ് ശർമ്മ, ഇങ്ങനെ വലിയ നിര. നമ്മൾ ഈ പറയുമ്പോൾ വലിയ പേരുകളും ഉണ്ട്, അല്ലെങ്കിൽ വലിയ പേരല്ലെങ്കിൽ തന്നെ വലിയ ജിതേഷ് ശർമ്മയുടെ ഒക്കെ പ്രകടനം നമ്മൾ കഴിഞ്ഞ സീസണിൽ കണ്ടാണല്ലോ. ചാമ്പ്യൻ പ്രകടനം എടുക്കാൻ പറ്റുന്ന മാച്ച് വിന്നിംഗ് ഇന്നിങ്സിൽ വരുന്ന താരങ്ങളാണ്. അത് തുടരാൻ വേണ്ടി പറ്റും. ഈ ഡിവിലിയേഴ്സ് പറഞ്ഞാൽ തന്നെ രണ്ടാം സീസണിൽ കിരീടം നിലനിർത്താൻ പറ്റുന്ന ഒരു നിര തന്നെയുണ്ട്. അത് കൃണാൽ പാണ്ഡ്യ, ഷഫീഖൊക്കെ വരുന്ന ഓൾറൗണ്ടേഴ്സ് അതേപോലെ തന്നെ നടക്കുന്നത്. നമ്മൾ മറ്റേ ഈ മുംബൈ ടീമിനൊക്കെ പറയുമ്പോൾ ടിം ഡേവിഡ്, നമ്മൾ മുംബൈനൊക്കെ പറയുമ്പോൾ പണ്ടോട്ടെ മുംബൈക്കൊക്കെ ഈ ഓൾറൗണ്ടർമാരുടെ എണ്ണാണ് കൂടുതലുണ്ടാവുന്നത്. അതേ ഒരു നിരയിലേക്ക് വരാൻ വേണ്ടി ബാംഗ്ലൂരിനൊക്കെ പറ്റുന്നില്ല. അതാണ് ഇപ്പം കിരീടത്തിലെ കുറിച്ചുകൊണ്ട് അടുക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ ഡി വില്ലിയേഴ്സും ഗെയിലൊക്കെ കളിക്കുമ്പോൾ നമുക്ക് എന്തോ താരങ്ങളില്ലായിരുന്നില്ല അന്ന് കപ്പിട്ടാൾ വരുന്നു, തലനാരിയൊക്കെ നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥയായിരുന്നു. പക്ഷെ ഇപ്പോൾ അത് മാറി വരുന്നുണ്ട്. ഒരു നായകൻ, മികച്ച താരങ്ങൾ, കോഹ്ലിയെ പോലെ ഒരു സീനിയർ താരം അതേ എനർജിയിൽ വർഷങ്ങളായിട്ട് അവിടെ 100% കൊടുത്തുകൊണ്ടിരിക്കുന്നു. അത് വീണ്ടും തുടരുന്നൊക്കെ പറയുമ്പോൾ ഇനിയിപ്പോൾ T20 കോഹ്ലിക്കും രോഹിത്തിനൊക്കെ പറഞ്ഞാൽ ഇപ്പോൾ IPL ആണല്ലോ അവർ തകർക്കാൻ വേണ്ടി പോകുന്നത്, അവരുടെ കുട്ടി ക്രിക്കറ്റിലെ പ്രകടനം കാണിക്കാൻ വേണ്ടി പോകുന്നത്, കാഴ്ചവെക്കാൻ വേണ്ടി പോകുന്നത്. അപ്പം കോഹ്ലിയിൽ നിന്നൊക്കെ നമുക്ക് ഇനിയും പ്രതീക്ഷിക്കാറുണ്ട്, ഇനിയും കാണാൻ വേണ്ടി പറ്റും ഒരു സൂപ്പർ പെർഫോമൻസ് ഒക്കെ. അതൊക്കെ വരുമ്പോഴേക്ക് IPL ബാംഗ്ലൂർ ഒരു എന്താണ് ഫേവറേറ്റുകൾ എന്നല്ല പറയേണ്ടത്, കിരീടം നിലനിർത്താൻ വേണ്ടി തന്നെ ഇറങ്ങുന്നത്, അല്ലെങ്കിൽ ഫൈനൽ വരെ നമുക്ക് അങ്ങനെ കാണാൻ വേണ്ടി പറ്റും തന്നെ പ്രതീക്ഷിക്കാവുന്ന ഒരു ടീമായിട്ട് മാറിയിട്ടുണ്ട്. തീർച്ചയായിട്ടും നമ്മൾ ഇപ്പോൾ RCBയുടെ ഒരു കരുത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ വിരാട് കോഹ്ലി അതുപോലെ തന്നെ ഫിൽ സാൾട്ട് എന്ന് പറയുന്ന ഓപ്പണിംഗ് ജോഡി തന്നെയായിരുന്നു കഴിഞ്ഞ സീസണിലെ ഈ ടീമിന്റെ കരുത്ത്. വിരാട് കോഹ്ലി ഇപ്പോൾ നിലവിൽ T20 ക്രിക്കറ്റിൽ നിന്നും അതുപോലെ തന്നെ ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്നൊക്കെ അന്താരാഷ്ട്ര ടെസ്റ്റിൽ നിന്നും T20 നിന്നൊക്കെ വിരമിച്ചിട്ട് ഏകദിനത്തിൽ മാത്രമാണ് ഫോക്കസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് മൈതാനത്ത് കാണുന്ന സമയം വളരെ കുറവാണ്. പക്ഷെ ആ ഇറങ്ങുന്ന സമയത്ത് കോഹ്ലി തന്റെ പഴയ ഒരു പോരാളിയുടെ സ്വഭാവം അതുപോലെ എടുക്കുന്നുണ്ട് എന്നുള്ളതാണ് സമീപകാലത്ത് നമുക്ക് കാണാനായത്. ഇപ്പൊ ആഭ്യന്തര ക്രിക്കറ്റിൽ പോലും കളിക്കുന്ന ഒരു സാഹചര്യമൊക്കെ കോഹ്ലി ഉണ്ടായിരുന്നു. അപ്പൊ ക്രിക്കറ്റുമായിട്ട് നമുക്ക് സമീപകാലത്തൊരു വിമർശനം ഉണ്ടായിരുന്നു, കോഹ്ലി അത്ര പ്രിപ്പയർഡ് ആയിട്ടല്ല വരുന്നത് എന്നുള്ള രീതിയിൽ വിമർശനം ഉണ്ടായിരുന്നു. അപ്പൊ അതിന് ഡിവില്ലിയേഴ്സ് നൽകിയൊരു മറുപടി ഉണ്ട്. തീർച്ചയായിട്ടും വിരാട് കോഹ്ലിനെ വളരെ വ്യക്തമായിട്ട് അറിയുന്ന ഒരാളാണ് ഡിവില്ലിയേഴ്സ് പറഞ്ഞത്. വിരാട് കോഹ്ലി ഒരിക്കലും താൻ കണ്ടതിൽ വെച്ചിട്ടുള്ള ഏറ്റവും പ്രൊഫഷണലിസം കാത്തു സൂക്ഷിക്കുന്ന ഒരു താരമാണ്. ഒരിക്കലും ഒരു ഹാഫ് കുക്ക്ഡ് ആയിട്ട് പൂർണ്ണമായിട്ടും പ്രിപ്പയർഡ് ആവാതെ തയ്യാറാകാതെ ഒരു ടൂർണമെന്റിനോ അല്ലെങ്കിൽ ഒരു ലീഗിനോ കോഹ്ലി വരില്ല എന്നുള്ളത് തന്നെയാണ്. അപ്പൊ കോഹ്ലി വളരെ വ്യക്തമായിട്ട് ഈ IPL വേണ്ടിയിട്ട് താൻ എടുക്കേണ്ട ഏറ്റവും മികച്ച എഫേർട്ട് എടുത്തിട്ട് തന്നെയാണ് കോഹ്ലി വരുന്നത്. അപ്പൊ കോഹ്ലിനെ സംബന്ധിച്ച് പലപ്പോഴും കരിയറിലുടനീളം നമ്മൾ കണ്ടിട്ടുള്ളത് തോറ്റു കൊടുക്കാൻ പറ്റാത്തൊരു മനസ്സ്. അതെ. അപ്പൊ അതും ഫിൽ സാൾട്ടിന്റെ ആ ഒരു പെർഫോമൻസും കൂടി വരുമ്പോൾ ഒരു മികച്ച തുടക്കം എന്തായാലും RCBക്ക് ലഭിക്കും. അതിന് പിന്നാലെയാണ് ദേവദത്ത് പടിക്കൽ അതുപോലെ തന്നെ രജത് പട്ടിദാർ. അതിലിപ്പോ പട്ടിദാറിന്റെ പെർഫോമൻസിന്റെ കാര്യത്തിലാണ് ഇപ്പോൾ ആഭ്യന്തര ക്രിക്കറ്റിൽ അത്ര ഒരു സമീപകാലത്ത് കളിച്ച മത്സരങ്ങളിൽ അത്ര ഒരു മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷെ എങ്കിൽ പോലും IPL പോലൊരു ടൂർണമെന്റിലേക്ക് വരുന്ന സമയത്ത് അതെ ആ ഒരു പെർഫോമൻസ്, ആ ഒരു തിരിച്ചുവരവ് എന്തായാലും രജത്
രജത് പട്ടിദാർ നടത്തും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. പിന്നെ ബാക്കി നമ്മൾ പറയേണ്ട കാര്യമില്ല. ജിതേഷ് ശർമ്മ, ടിം ഡേവിഡ് കഴിഞ്ഞ സീസണിൽ LSTക്കെതിരെ കാഴ്ചവെച്ച ആ ഒരൊറ്റ ഇന്നിങ്സ് മതി, അവസാനം ടീമിനെ ടോപ്പ് 2-ൽ ഫിനിഷ് ചെയ്യുന്നതിൽ ഹെൽപ്പ് ചെയ്ത ആ ഒരൊറ്റ ഇന്നിങ്സ് മതി. ടിം ഡേവിഡിന്റെ പേര് പറഞ്ഞില്ല. ടിം ഡേവിഡ് പക്ഷേ ഈ പറയുന്ന പോലെ T20 വേൾഡ് കപ്പിൽ അത്ര മികച്ച പെർഫോമൻസ് കാഴ്ചക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ എന്നാ പോലും റൊമാരിയോ ഷെഫേർഡ് ഇത് ഇങ്ങനെ നമ്മൾ പറയുകയാണെങ്കിൽ അത്രയും നല്ലൊരു ടീം അവിടെ ഉണ്ട്. പിന്നെ വെങ്കടേഷ് അയ്യർ അതെ വെങ്കടേഷ് അയ്യർ വരുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ നോക്കുമ്പോ ഒരു പറ്റൻ ടീം. പിന്നെ ഇപ്പോ ഏറ്റവും ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം RCB ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ സീസണിലെ താരങ്ങളെ അതുപോലെ നിലനിർത്തി എന്നുള്ളതാണ്. അത് കഴിഞ്ഞ സീസണിൽ കപ്പടിച്ച ടീമിന് ഒരുവിധം അതുപോലെ നിലനിർത്തുകയും അതോടൊപ്പം തന്നെ ഈ ലേലത്തിലൂടെ നമുക്ക് കുറച്ചുകൂടി ഇപ്പൊ അയ്യരെ സ്വന്തമാക്കി, അതുപോലെ തന്നെ കനിഷ്ക് ചൗഹാൻ, വിഹാൻ മൽഹോത്ര ഇങ്ങനെയുള്ള അണ്ടർ 19 താരങ്ങൾ, തിളങ്ങി നിൽക്കുന്ന താരങ്ങളെയും സ്വന്തമാക്കാൻ RCBക്ക് കഴിഞ്ഞു എന്നുള്ളതാണ്. പിന്നെ ഒരു പ്രശ്നം അല്ലെങ്കിൽ ഇപ്പൊ നേരിടുന്ന ഒരു പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ ഹെയ്സൽവുഡിന്റെ പരിക്കും അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ്. അത് ഓസ്ട്രേലിയയുടെ ഹെയ്സൽവുഡ് പരിക്കിൽ മുക്തനായി എന്നൊക്കെ പറയപ്പെടുന്നുണ്ടെങ്കിൽ പോലും ഓസ്ട്രേലിയയുടെ പൂർണ്ണമായ NOC കിട്ടാതെ ഹെയ്സൽവുഡിന് വരാൻ കഴിയില്ല എന്നുള്ളതാണ് എടുത്ത് പറയേണ്ട ഒരു കാര്യം. ബൗളിംഗിലേക്ക് നമുക്ക് ലിവിങ്സ്റ്റൺ ഇപ്പൊ ഇല്ലല്ലോ, പ്രശ്നം വല്ലാണ്ട് ബാധിക്കില്ലേ? ഇല്ല, ആ ഒരു രീതിയിലുള്ള ഓപ്ഷനുകൾ അത് തീർച്ചയായിട്ടും ആ ഒരു പ്രശ്നമുണ്ട് ലിവിങ്സ്റ്റൺ. പക്ഷെ കഴിഞ്ഞ സീസണിൽ അങ്ങനെ നമ്മൾ വലിയ ഇമ്പാക്ട് നമ്മൾ ലിവിങ്സ്റ്റന്റെ ഭാഗത്ത് പ്രതീക്ഷിക്കുന്നു. അതെ ലിവിങ്സ്റ്റന്റെ ഒരു പേര് കേൾക്കുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന ആ ഒരു തരത്തിൽ ഒരു ഇമ്പാക്ട് ഉണ്ടാക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ പിന്നെ ഇത്രയും ഒരു നല്ല കോർ ടീമിനെ അവിടെ നിലനിർത്തിയ കൂട്ടത്തിൽ ലിവിങ്സ്റ്റണെയും കൂടി RCB നിലനിർത്തുമായിരുന്നു. പക്ഷെ അത് അതിനനുസരിച്ചിട്ടുള്ള യുവതാരങ്ങളൊക്കെ ആണെങ്കിലും കൃണാലായാലും സുരേഷായാലും പിന്നെ ലിവിങ്സ്റ്റണും ചേർന്ന് നിൽക്കുമോ അല്ലെങ്കിൽ അത് വിടവ് നിർത്താൻ പറ്റുമോ എന്നുള്ള ആശങ്ക മാത്രമേ ഉള്ളൂ. അത് തീർച്ചയായിട്ടും അതൊരു വീക്ക്നെസ് ആയിട്ട് നമ്മൾ എടുത്ത് പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. പക്ഷെ എനിക്ക് തോന്നുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു താരങ്ങളുടെ ഒക്കെ ഒരു ലിസ്റ്റ് നോക്കുമ്പോൾ ഇതൊരു പ്രശ്നമായിട്ട് തോന്നുന്നില്ല എന്നുള്ളതാണ്. അതെ, ഇതൊരു പ്രശ്നമായിട്ട് തോന്നുന്നില്ല എന്നുള്ളത് തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്ന ഒരു കാര്യം. അതോടൊപ്പം തന്നെ നമുക്ക് ഇപ്പൊ RCBയുടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ മുൻ ചാമ്പ്യന്മാരെന്ന് പറയുന്ന ഒരു സമ്മർദ്ദം തീർച്ചയായിട്ടും അവർക്ക് ഉണ്ടാവും. അവർക്ക് സമ്മർദ്ദം തോന്നില്ല, കാരണം കാത്തിരുന്ന് കിട്ടിയ സ്ഥാനം അവരെ എൻജോയ് ചെയ്തിട്ട് ചാമ്പ്യന്മാരായിട്ട് കളിക്കാൻ അത് നിലനിർത്തണം എന്നുള്ള ഒരു സമ്മർദ്ദം ഉണ്ടല്ലോ. വിരാട് കോഹ്ലിനൊക്കെ അതിൽ കാണുന്നത്. വിരാട് കോഹ്ലി വരുന്നുണ്ടല്ലോ, ഇത്രയും നാളും കിരീടം കിട്ടാത്ത ഒരു നോക്കിയ 18 സീസണിലൊക്കെ കിരീടം കിട്ടാണ്ട് കളിച്ചൊരു ടീമിന് മടുത്തിട്ടുണ്ടാവും. നമ്മളൊക്കെ ആണെങ്കിൽ മടുത്തു പോയില്ലേ? അങ്ങനെ നിന്ന സമയത്ത് വന്നിട്ട് ഈ കപ്പടിച്ച് പോയ ഒരു ടീമാണ് വിരാട് കോഹ്ലിയും താരങ്ങളും. അപ്പോൾ അവരിപ്പോൾ ഇറങ്ങുന്നത് നമ്മൾ ചാമ്പ്യന്മാരാണ്, ആ വീര്യത്തോടെ ഇറങ്ങുന്നത്. അത് സമ്മർദ്ദം ഇല്ലാതെ ഇരിക്കില്ല, കപ്പ് നിലനിർത്തണമെന്നുള്ള സമ്മർദ്ദം ഉണ്ടാവും. പക്ഷെ അവരത് എൻജോയ് ചെയ്യുന്ന എനിക്ക് തോന്നുന്നു. കാരണം പടിദാറും ഈ പറഞ്ഞ സാൾട്ടും ഈ കോഹ്ലിയെ കൂടുതൽ ടീം ഉണ്ടല്ലോ, അവരത് എൻജോയ് ചെയ്തു. അവർ ചാമ്പ്യൻ പട്ട എൻജോയ് ചെയ്ത് തന്നെ അവർ കളിക്കും. അതിന് സമ്മർദ്ദത്തിൽ അവർ അടിച്ച് പറത്തുന്ന എനിക്ക് തോന്നുന്നത്. അത് ഒരു വലിയൊരു കരുത്തായിട്ട് തന്നെ മാറും അത്. തീർച്ചയായിട്ടും. അതുപോലെ തന്നെ ബൗളിങ്ങിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ ഇപ്പൊ ഹേസൽവുഡ് ഇല്ലെങ്കിൽ പോലും ജേക്കബ് ഡഫി എന്ന് പറയുന്ന T20 ഇപ്പോഴത്തെ ഏറ്റവും മികച്ച ബൗളർമാരിൽ ഒരാളായിട്ടുള്ള ഒരു ബൗളർ അവർ സ്വന്തമാക്കിയിട്ടുണ്ട് എന്നുള്ളതും കൂടി എടുത്തു പറയേണ്ടത്. പക്ഷെ ഇവരുടെയൊക്കെ പെർഫോമൻസ് ഈ ഇന്ത്യൻ മണ്ണിൽ എത്രത്തോളം മികച്ചതായിരിക്കും എന്നുള്ളതാണ് കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യം. പിന്നെ തീർച്ചയായിട്ടും നമുക്ക് ബാറ്റിങ്ങിലേക്ക് നോക്കുകയാണെങ്കിൽ വിരാട് കോഹ്ലിയുടെ മേലെ ഇപ്പോഴും ഒരു അമിതമായിട്ട് ആശ്രയിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ട്. തീർച്ചയായിട്ടും ആ ടീം കൂട്ടായിട്ട് മറികടക്കേണ്ട സാധനമാണ്. പിന്നെ ഈ ബംഗളൂരു പോലത്തെ ടീം വരും, അല്ലെങ്കിൽ ഒരു താരത്തെ മാത്രം ആശ്രയിക്കുക നമ്മൾ പറയുന്നതാണ്. കളത്തിലായാലും വിരാട് കോഹ്ലി അവിടെ നിൽക്കുമ്പോൾ ഒരു ആശ്രയം അതെന്തായാലും ഉണ്ടാവും. പക്ഷേ ഈ നമ്മൾ പറഞ്ഞ പേരുകളുണ്ടല്ലോ, ഇപ്പം നമ്മൾ പറഞ്ഞിട്ട് വീണ്ടും പറയേണ്ടി വന്ന പേരുകൾ, മിസ്സായി പോകുന്ന പേരുകൾ, അത്രയും ഒരു താരനിര ഉണ്ടാകുമ്പോൾ വിരാട് കോഹ്ലി മാത്രം ആശ്രയിക്കേണ്ട അവസ്ഥയിലേക്ക് വരില്ല. പക്ഷേ ആരാധകരുടെ കൂടുതൽ പ്രതീക്ഷ വിരാട് കോഹ്ലിയിലേക്കായിരിക്കും എനിക്ക് തോന്നുന്നത്. തീർച്ചയായിട്ടും വിരാട് കോഹ്ലി വീണ്ടും IPL കളിക്കുന്നത് കാണുന്നത് തന്നെ ആരാധകരെ സംബന്ധിച്ച് അത്രയും സന്തോഷമുള്ള കാര്യമാണ്. പ്രത്യേകിച്ച് കോഹ്ലി കളിക്കുന്ന, നമുക്കറിയാം കോഹ്ലിയുടെ കളിയൊക്കെ കാണാൻ വേണ്ടിയിട്ട് ആഭ്യന്തര ക്രിക്കറ്റിൽ കളിക്കുന്ന സമയത്ത് മരത്തിന്റെ മേലൊക്കെ കയറി ഇരുന്നിട്ട് ആളുകൾ കാണുന്ന കളിയും ഇതൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പൊ ആ ഒരു രീതിയിൽ RCBനെ സംബന്ധിച്ച് വളരെ അതോടൊപ്പം തന്നെ RCBനെ സംബന്ധിച്ച് കഴിഞ്ഞ സീസണിന് ശേഷം ഉണ്ടായ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതായത് ഒരു ദുരന്തവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു അപ്പൊ അവരെ ആ ഒരു അന്ന് മരണപ്പെട്ട 11 പേരെ ഓർക്കുക എന്നുള്ള കൂടി ഒരു വലിയൊരു കുറച്ച് വൈകാരികമായിട്ടുള്ള ഒരു നിമിഷം തീർച്ചയായിട്ടും RCBനെ സംബന്ധിച്ച്. വേറെ കാര്യമുണ്ട്, നമ്മളിപ്പം പിന്നെ ചെന്നൈയുടെ കുറിച്ചൊരു വീഡിയോ ചെയ്തപ്പോൾ നമ്മൾ പറഞ്ഞു ചെന്നൈ അവരുടെ ടീമിനെ മൊത്തം എത്തിച്ചിട്ട് പ്രധാനത്തിൽ ഇതൊരു വലിയൊരു ഈവന്റ് ഉണ്ടാക്കില്ല. ഈ ബാംഗ്ലൂരിനെ പറയുമ്പം കഴിഞ്ഞ ഫൈനലിൽ ഇതുപോലത്തെ അവരുടെ പഴയ താരങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ കപ്പടിക്കുന്നത് കാണാൻ വേണ്ടി. ഇപ്പം ഗെയിലായാലും നമ്മുടെ പിന്നെ എന്താണ് ഡിവിലിയേഴ്സ് ആയാലും ഇവരൊക്കെ വന്നിട്ട് അത് കപ്പ് പിടിച്ചിരുന്നു. അപ്പോൾ ആ ഒരു ഇത് അവിടെ നേരത്തെ കഴിഞ്ഞിട്ടുണ്ട്. ചെന്നൈ അന്ന് നടത്തി ഇപ്പോൾ കപ്പെടുത്ത് കൊടുത്തിട്ട് വിരാട് കോഹ്ലി സാധാരണക്കൊപ്പം അത് ആഘോഷിച്ചിട്ടുണ്ട്.
ആ ഒരു എനർജിയൊക്കെ അവിടെ ഇപ്പം അവിടെ തന്നെ അവർ തുടങ്ങുന്ന എനിക്ക് തോന്നുന്നത്. ആ ഒരു ഊർജ്ജത്തെ തന്നെ തുടങ്ങാൻ വേണ്ടി പറ്റുമെങ്കിൽ ഈ പറഞ്ഞ ഫോമോട്ടോ അല്ലെങ്കിൽ ഒന്നും ബാധിക്കാൻ വേണ്ടി പോകുന്നില്ല. ആ ഒരു ഊർജ്ജം മതി ടീമിന് മുന്നോട്ട് പോകാൻ വേണ്ടി മാത്രം. തീർച്ചയായിട്ടും നമ്മളിപ്പോ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വാർത്തകളൊക്കെ വരുന്നത് ആ 11 പേരെ ഇതിന് വേണ്ടിയിട്ട് എല്ലാവരും ഒരേ നമ്പറിൽ 11 നമ്പർ ജേഴ്സിയിൽ കളിക്കുമെന്ന റിപ്പോർട്ടുകളൊക്കെയാണ് വരുന്നത്. എന്തായാലും RCBനെ സംബന്ധിച്ച് ഡിവിലിയേഴ്സിന്റെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഹാട്രിക് കിരീടം നേടാം എന്നുള്ള ഒരു ടീമുണ്ട്, അതിനുള്ള സാഹചര്യമുണ്ട്. അതുപോലെ തന്നെ വിരാട് കോഹ്ലിനെ പോലുള്ള ഇപ്പോഴും റൺസ് അടിച്ചു കൂട്ടാൻ ദാഹമുള്ള ഒരു താരം, അത് ക്യാപ്റ്റൻ അല്ലെങ്കിൽ പോലും ഒരു ഫേസ് അവിടെ തീർച്ചയായിട്ടും ഉണ്ട്. അതോടൊപ്പം തന്നെ ബാക്കിയുള്ള താരങ്ങളുടെ പെർഫോമൻസ് കൂടി വന്നു കഴിഞ്ഞാൽ RCBയുടെ ഒരു വലിയ രീതിയിലുള്ള ഒരു മുന്നേറ്റം ഈ സീസണിൽ കാണാൻ കഴിയും. കാരണം കഴിഞ്ഞ സീസണിലെ ടീം നോക്കിയിട്ട് കഴിഞ്ഞ സീസണിലെ പെർഫോമൻസ് വെച്ചിട്ട് അവരുടെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ഈ സീസണിൽ ഏതാണ്ട് അതുപോലത്തെ ഒരു ശക്തമായ ഒരു ടീം തന്നെ RCBക്ക് ഉണ്ട്. ഒരു നല്ല പെർഫോമൻസ് തന്നെ RCBയുടെ ഭാഗത്തുനിന്ന് പ്രതീക്ഷിക്കും. അങ്ങനെ തന്നെ പ്രതീക്ഷിക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായും.